തമിഴക തീർത്ഥലിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. അവിടെ തെങ്കാശി ജില്ലയിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ നീണ്ട നിരയാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത്. ബൂത്തുകളിൽ മോക്ക് പോളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. വോട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് പല ബൂത്തുകളിലും നീണ്ട ക്യൂ ആണ്. AV ജയശങ്കർ ചേരുന്നു തെങ്കാശിയിൽ നിന്നും. ജയശങ്കർ, എന്താണ് തെങ്കാശിയിലെ വിശേഷം? പോളിംഗിന്റെ അവസ്ഥ എന്താണ്? എല്ലാവരും വളരെ ഉഷാറോടുകൂടി തന്നെ രാവിലെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടോ? അതായത് തമിഴ്നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവം ആഘോഷമാക്കാൻ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ പോളിംഗ് ബൂത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. 7 മണിയാകുന്നതേ ഉള്ളൂ. 6:30 മുതൽ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തി ആളുകളിങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തെങ്കാശി ജില്ലയിലെ പുലിയറ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കാഴ്ചയാണ്. കടയനെല്ലൂർ നിയമസഭാ മണ്ഡലമാണ്. ഇവിടെയാണിപ്പോൾ ഇങ്ങനെ നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നില രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമുള്ളത്. നിലവിൽ ഈ മണ്ഡലം ADMK ആണ് സിറ്റിംഗ് MLA. പക്ഷേ ഇവിടെ വലിയൊരു മത്സരം നടക്കുന്നു. ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നൊക്കെയാണ് DMKയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം രാവിലെ തന്നെ ആളുകൾ ഇവിടെ എത്തി വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. വലിയ തോതിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ മോക്ക് പോളിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് എല്ലാവിധ വോട്ടർമാർക്ക് 7 മണി മുതൽ തന്നെ വോട്ട് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി. എല്ലാം സജ്ജമാണ്. എന്തായാലും തെങ്കാശിയൊക്കെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. കോൺഗ്രസൊക്കെ തിരിച്ചു വരാൻ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല കൂടിയാണ് തെങ്കാശി. തെങ്കാശിയിൽ കോൺഗ്രസിന് സിറ്റിംഗ് MLA ഉണ്ടെങ്കിൽ കൂടി അതിനപ്പുറത്തേക്ക് വലിയ മുന്നേറ്റം തങ്ങളുടെ മുന്നണി ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷ വിലയിരുത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ ആളുകൾ രാവിലെ തന്നെ എത്തി വലിയ ആവേശത്തോടു കൂടിയാണ് ഈ നാട്ടിലെ ആളുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്യുന്നത്. எப்படி இருக்குங்க தேர்தல்? நல்லா இருக்கு, நல்லா இருக்கு, ரொம்ப இன்ட்ரெஸ்டிங்காக இருக்கு. யார் இங்கே இங்கே விருதில் நாங்கள் ஓட்டு போட்ட அப்புறம் தான் யார் ஜெயிக்காங்க. ஃபைட் இருக்குங்க, அதெல்லாம் இல்லை. ഓക്കെ, എന്തായാലും ഓരോ വോട്ടർമാരും വ്യത്യസ്തമായ അഭിപ്രായമൊക്കെയാണ് പറയുന്നത്. പോളിംഗ് ബൂത്തിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരങ്ങനെ തുറന്നു പറയാൻ മടിക്കുന്നത്. എന്തായാലും വലിയ ആവേശമുണ്ട്. ആ ആവേശം തന്നെയാണ് നമുക്ക് ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ ഇങ്ങനെ നീണ്ട നിരയായി രാവിലെ തന്നെ കാണുന്നത്. ശരി ജയശങ്കർ, നമുക്ക് എന്തായാലും ആ വിധിയെഴുത്തിന്റെ പൂർണ്ണ ആവേശം പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിലൊക്കെ എത്തിക്കാം.